ഹായ് വിഷുവായിട്ട് ഞാനും അപ്പം ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ടാറ്റ കാണിക്കുന്നുണ്ടല്ലോ അതാ ബൈക്കിൽ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാം കേട്ടോ. എവിടെ പറഞ്ഞാൽ കടയ്ക്ക് പോവാണ്. എനിക്ക് വിഷുവല്ലേ, വിഷുവായിട്ട് കടയ്ക്ക് പോകാം കേട്ടോ. കാലത്ത് ഞാൻ കുളിച്ചു, അപ്പ് കുളിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ കുളിക്കും. കുളിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഉപ്പ് വാങ്ങിക്കാൻ പോകണ്ട. ഉപ്പ് മാറാൻ പോയതാണ് കേട്ടോ. ഉപ്പ് മാറുമ്പോൾ കടയിൽ എന്തൊക്കെ തരും പറഞ്ഞാൽ വെറ്റിലടിക്ക, മഞ്ഞൾ 10 രൂപ വെച്ച് മറ്റേ ഉപ്പ് മാറുക കേട്ടോ. ഇങ്ങനെയാണ് ഇവിടെയൊക്കെ ഉപ്പ് മാറുക. നിങ്ങൾ ഇതുപോലെ ഉപ്പൊക്കെ മാറിയിട്ടുണ്ടാ പറയണം. അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതല്ലാണ്ട് 2 പാക്കറ്റ് ഇനിയും വാങ്ങിച്ചിട്ട് കേട്ടാ. മറ്റേ ഉപ്പ് മാറിയില്ല, ഉപ്പ് മറ്റേ കണി വെച്ചില്ലേ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് വരും കേട്ടാ. പിന്നെ അമ്മ തേങ്ങ എണ്ണയാട്ടാൻ വേണ്ടി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേച്ചിയുടെ വൈഫൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പോൾ ഇത് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ അപ്പോൾ ഒരു പടക്കം, ഇന്നലെ ഒരു പടക്കം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അത് സൂപ്പറായി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പേപ്പർ പടക്കമാണ്. അത് കഴിഞ്ഞ് അപ്പൊക്കെ കുളിച്ച് റെഡിയായി പിന്നെ ഇതാ പുറപ്പെട്ടു കേട്ടോ. എവിടെ പറഞ്ഞാൽ ഇത് മറ്റേ വലിയച്ഛൻ്റെ വീട്ടിലേക്കാണ് കേട്ടാ. വലിയച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് ഇതാ അപ്പ് പോകണം കേട്ടോ. അതാ പോയിട്ട് കൈനീട്ടം വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. വലിയച്ഛൻ അപ്പന് മൂത്തപ്പനാണ് കേട്ടോ. കൈനീട്ടമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കും തന്നു കേട്ടോ. ഞാനും വാങ്ങിച്ചു. അടുത്ത് ഇന്നൊരു വീട്ടിലേക്ക് കേട്ടോ, ഏട്ടൻ്റെ വീട്ടിലേക്കാണ്. ഇത് അപ്പു ഇതാ ചെക്കനില്ലേ ഒക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് കൈനീട്ടം വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. സൂപ്പറായ അവന് ചെക്കനും കൊടുത്തു. പിന്നെ അപ്പുവിന് കൈനീട്ടം കൊടുത്തു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഞാനും വാങ്ങിച്ചു. എനിക്കും കൈനീട്ടം കിട്ടി കേട്ടോ. 100 രൂപ കൈനീട്ടം എനിക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ അപ്പുവിന് ഞാൻ കൈനീട്ടം കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുവിന് മാത്രമല്ല ഏട്ടന് കൈനീട്ടുന്നില്ലേ ആ മകൾ കേട്ടാ. ഏട്ടൻ്റെ കുട്ടിക്ക് ഞാൻ കൈനീട്ടം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കുട്ടിക്കും കൈനീട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം കഴിക്കാൻ വന്നിരിക്കാം കേട്ടോ. എനിക്ക് വിഷുവായിട്ട് ഇവിടെ സൂപ്പർ സ്പെഷ്യൽ വെച്ച് എന്താണ് അറിയുമോ, തേങ്ങ കഞ്ഞിയാണ് കേട്ടോ. സൂപ്പറായി തേങ്ങ കഞ്ഞി വെച്ചിട്ടുണ്ട്. കഞ്ഞി മാത്രമല്ല സാമ്പാറുണ്ട് കേട്ടോ. എന്താ ഉരുളക്കിഴങ്ങ്, വഴുതരിങ്ങ, മാങ്ങ, ചക്കക്കുരു, പുളിയോര സാമ്പാറാണ് കേട്ടോ. പുളിയോര സാമ്പാർ കഞ്ഞിയാണ് കാലത്തെ സ്പെഷ്യൽ. വിഷുവിന് കാലത്താണ് കേട്ടോ സ്പെഷ്യൽ. ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഷുവിനായിട്ട് ഇതുപോലെ സ്പെഷ്യലൊക്കെ വയ്ക്കുമോ പറയുക. ഇതുപോലെ നിങ്ങളും വിഷു അടിപൊളിയായിട്ട് ആഘോഷിച്ചാൽ പറയണം. എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ.